നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. മെസ്സി എന്ന ഇതിഹാസത്തിനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, തൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ നമുക്കതിൽ എത്ര പേർക്കതറിയാം? 1987 അർജൻറ്റീനയിലെ സ്റ്റീൽ കമ്പനിയിൽ ഒരച്ഛനും തൂപ്പുകാരിയായ അമ്മയ്ക്കും തങ്ങളുടെ മക്കളിൽ 3ാമതായി ഒരു കുഞ്ഞ് ജനിക്കുന്നു. തൻ്റെ അച്ഛൻ ആ കുഞ്ഞിന് ഒരു ഫുട്ബോൾ ആദ്യമായി സമ്മാനിക്കുന്നു. ഫുട്ബോളിനോട് അതിയായ ഇഷ്ടമുണ്ടെങ്കിലും തൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും കാരണം തൻ്റെ 5ാം വയസ്സിൽ ചായക്കടയിൽ ജോലി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പാഷൻ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ തൻ്റെ അച്ഛൻ പരിശീലകനായിരുന്ന ക്ലബ്ബിൽ തനിക്കും ഒരു അവസരം ലഭിക്കുന്നു. ഇതിനിടയിൽ അദ്ദേഹം പല ചെറിയ ക്ലബ്ബുകളിൽ കളിച്ചിരുന്നുവെങ്കിലും തൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ 11ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബാധിച്ചിരിക്കുന്ന രോഗം, തൻ്റെ ശരീരത്തിന് ആവശ്യമായ വളർച്ച ലഭിക്കാത്ത ഹോർമോണിൻ്റെ പ്രശ്നം ഡോക്ടർമാർ കണ്ടെത്തി അദ്ദേഹത്തോട് അറിയിക്കുന്നത്. ഫുട്ബോൾ കളിക്കാൻ ആവശ്യമായ പൊക്കമോ കായികക്ഷമതയോ തൻ്റെ ശരീരത്തിന് ലഭിക്കുകയില്ല എന്ന് ഡോക്ടർമാർ അദ്ദേഹത്തോട് അറിയിച്ചുവെങ്കിലും അതിലൊന്നും അദ്ദേഹം വകവയ്ക്കാതെ തൻ്റെ പേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ മെസ്സി തീരുമാനിക്കുന്നു. എന്നാൽ ഇതൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. തൻ്റെ അസുഖത്തിൻ്റെ ചെലവിന് വേണ്ടി വഹിക്കേണ്ടി വന്നിരുന്ന ഒരു ഭീമമായ തുകയായിരുന്നു. ഏകദേശം $900 അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ചെലവിന് വേണ്ടി വഹിക്കേണ്ടി വന്നു. എന്നാൽ മെസ്സിയുടെ കഴിവുകൊണ്ട് മാത്രം തൻ്റെ 13ാമത്തെ വയസ്സിൽ തൻ്റെ മുഴുവൻ ചിലവുകളും ബാഴ്സലോണ ക്ലബ്ബ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബാഴ്സലോണ ക്ലബ്ബിൽ എടുക്കുന്നു. പിന്നീട് അവിടുന്ന് 2003 തൻ്റെ 16ാമത്തെ വയസ്സിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ആദ്യ വിജയം സമ്മാനിക്കുന്നു. 2003 മുതൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ മെസ്സി യുഗം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 2005 സീസണിൽ ഏറ്റവും ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുന്നു. തുടർച്ചയായ 4 ഫിഫ അവാർഡുകൾ, 3 ഗോൾഡൻ ബൂട്ടുകൾ അദ്ദേഹത്തിന് അന്ന് സ്വന്തമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉയരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോർമോൺ പ്രശ്നമോ അദ്ദേഹത്തിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ല ഒരു മനുഷ്യന് ജീവിക്കേണ്ട മാനദണ്ഡമെന്ന് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തി. ആർക്കും ഏത് സമയത്തും ഓടിച്ചെല്ലുവാൻ കഴിയുന്നുള്ള രീതിയിൽ 2003 മുതൽ മെസ്സി ഫൗണ്ടേഷൻ എന്ന പേരിൽ അദ്ദേഹം ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. തന്നെപ്പോലെ പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ചികിത്സിക്കാനോ സഹായിക്കാനോ കഴിയാത്ത പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുമാണ് അദ്ദേഹം അത് ആരംഭിച്ചത്. താനും തൻ്റെ കുടുംബവും അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും അദ്ദേഹത്തിന് ഉത്തമമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. അതിനി ആർക്കും അനുഭവിക്കാൻ കഴിയരുതേ എന്ന് ഓർത്തിട്ടാവണം അദ്ദേഹം അത് ആരംഭിച്ചത്. ഇന്ന് ലോകത്തെവിടെയും മെസ്സി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞു പോലും പറയും അർജൻറ്റീനയുടെ സ്വന്തം മിശിഹ എന്ന്.